ഹായ്, എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു രസം. അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു രസം ഉണ്ടാക്കാം. അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പുളിയും എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്ത് അലിയിക്കാൻ വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേണ്ട മസാലപ്പൊടി 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്നുള്ളി ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അല്ലി ഒരു 3-4 എണ്ണം, വലിയ വെളുത്തുള്ളിയാണിത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ കുരുമുളക് മണിയും, 1 ടീസ്പൂൺ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ താളിക്കാൻ ആവശ്യത്തിനുള്ള പൊട്ടുകടല ഇടുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ കടുക്, അതുപോലെ കറിവേപ്പില, ചുവന്ന മുളക്, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണ ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാം. ഇപ്പം ഞാനിത് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ ഇതിൽ ചതച്ചിടുന്നുണ്ട്. അതായത് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ജീരകം, കുരുമുളക്, ഇത്ര മതി. പച്ചമുളക് അതിൻ്റെ കൂടെ ഇടണ്ട. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളകും ജീരകവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്ന ഉള്ളിയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് ചതച്ചെടുത്തത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ആ ചുവയൊക്കെ അങ്ങ് മാറും, പച്ചച്ചുവയൊക്കെ. ഇനി ഇതിലേക്ക് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തക്കാളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിപ്പോൾ ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ പുളി പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത വെള്ളമാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാകുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് നമുക്ക് താളിച്ചെടുക്കണം. നമുക്ക് പൊട്ടുകടലയും കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരട്ടെ. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.